ചെമ്പരിവാൾ വയറ്റിലിട്ടു തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണു കഴുത്തുളുക്കുന്നോളെ. ചെമ്പരിവാൾ വയറ്റിലിട്ടു തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണു കഴുത്തുളുക്കുന്നോളെ, കഴുത്തുളുക്കുന്നോളെ. നമസ്കാരം സാർ. നമസ്കാരം അഞ്ജന. ഇപ്പോ ആരോഗ്യമന്ത്രിയുടെ വീണ ജോർജിന്റെ കഴുത്തുളുക്കൽ വിവാദം അതൊക്കെ വലിയ ചർച്ചയായിരുന്നതാണ് മുന്നേ. ഇപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു നിർണായക മൊഴി തന്നെ അവരുടെ പുറത്തു വന്നിട്ടുണ്ട്. അന്നത്തെ ആ ഒരു പ്രശ്നത്തില് വെറും ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായതെന്ന്. അപ്പൊ ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ട് മനസ്സിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് എഴുതിയ പാരഡിയാണോ സാർ ഇത്? ചെമ്പരിവാൾ വയറ്റിലിട്ട് തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണ് കഴുത്തുളുക്കുന്നോളെ. അത് മുന്നേ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ ഒരു പാരഡിയാണോ? അതായത് മുമ്പ് KPSC നാടകഗാനമുണ്ടായ പൊന്നരിവാൾ പൊന്നരിവാൾ എന്ന് പറയുന്ന ഒരു പാട്ട് നാടകഗാനം മുമ്പുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ആ പൊന്നരിവാളിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ പാട്ട് എഴുതിയത്. ഇപ്പം ചെമ്പരിവാൾ വയറ്റിലിട്ട് തുന്നി വയ്ക്കുന്നവരെ, അതായത് കത്രിക വയറ്റിലിട്ട് തുന്നി വയ്ക്കുന്നോളെ, അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മന്ത്രിയായിരുന്നു ആരോഗ്യമന്ത്രി. അവരുടെ ഡോക്ടർമാർ ഇത്തരം വൃത്തികേടുകൾ കാണിച്ചപ്പോൾ അതിനൊക്കെ തന്നെ ചൂട്ടുപിടിക്കുകയായിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മാത്രമല്ല, അവർ സ്ഥിരം തട്ടിപ്പുകാരിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. കണ്ണൂരിൽ ഇത് നടന്നപ്പോൾ തന്നെ ഞാൻ അപ്പോൾ തന്നെ അത് പബ്ലിഷ് ചെയ്തിരുന്നു. കാരണം അതിൻ്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിരുന്നു. ആ ദൃശ്യങ്ങൾ പ്രകാരം അവർ കള്ളത്തരം പറയുകയാണെന്ന് അഭിനയിക്കുകയാണെന്നും എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. നമ്മൾ മുമ്പൊക്കെ കേട്ടിരുന്നത് പിണറായി വിജയൻ വാ തുറന്ന കള്ളം മാത്രം പറയുന്ന ഒരാളാണ്. പക്ഷേ പിണറായി വിജയൻ്റെ എന്ത് വൃത്തികേടിനും കൂട്ടു നിൽക്കുന്ന കുഴലൂത്തുകാരിയായ, അതായത് നമ്മുടെ കപ്പൽ ആടിയില്ല ഉലയില്ല സാർ, അതിൻ്റെ കപ്പിത്താൻ ആരാണ്? പിണറായി വിജയനാണെന്ന് പറഞ്ഞ് കുഴലൂത്ത് നടത്തിയ വീണ ജോർജ് കള്ളം പറയുക മാത്രമല്ല അവർ അഭിനയിക്കുകയും കൂടി ചെയ്തു. ഓസ്കാർ അവാർഡ് കിട്ടാൻ എല്ലാ യോഗ്യത ഉണ്ടായിരുന്നു. പക്ഷെ അവർ ചെയ്ത ഒരു ക്രൂര കൃത്യമുണ്ട്. ഒരു വിദ്യാർത്ഥികളായ 3-4 കുട്ടികൾ, എതിരാളികളായിക്കോട്ടെ ആരായിക്കോട്ടെ, അവർ ആയുധം ഉപയോഗിച്ച് അവരെ ആക്രമിക്കാൻ വന്നു പറഞ്ഞിട്ട് അവരെ ജയിലിൽ അടച്ചു. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോ ഇപ്പോൾ 100% സത്യമാണ്, തെളിഞ്ഞിരിക്കുകയാണ്. അത് നമുക്ക് തുടക്കത്തിൽ തന്നെ ഉള്ള ഭാഗങ്ങളെല്ലാം പൂർണ്ണമായിട്ടൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ചെമ്പരിവാൾ വയറ്റിലിട്ടു തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണു കഴുത്തുളുക്കുന്നോളെ. ചെമ്പരിവാൾ വയറ്റിലിട്ടു തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണു കഴുത്തുളുക്കുന്നോളെ, കഴുത്തുളുക്കുന്നോളെ. CPM-ൽ പാഴ്കതിര മന്ത്രിണിയായോളെ, വീണമീട്ടി വീണമീട്ടി നുണകളെത്ര പാടി, നുണകളെത്ര പാടി. ഒന്നൊഴിയാതൊന്നു സിസ്റ്റമിടറി വരും നേരം, എന്തിനാണ് വാർത്തകാരോട് ഈ കലഹം കള്ളി, ഈ കലഹം കള്ളി. എൻ സിസ്റ്റമേ പാഴ് സിസ്റ്റമേ, എൻ സിസ്റ്റമേ പാഴ് സിസ്റ്റമേ, എൻ സിസ്റ്റമേ പാഴ് സിസ്റ്റമേ. സിസ്റ്റമോർത്തു തന്നെ കുഴയുകയോ നിൻ കരൾ, തോറ്റോടും നിൻ കരള്, തോറ്റോടും നിൻ കരള്. കാത്തുനിന്നെ കത്രികയും മസ്കിറ്റുമെടുക്കാൻ, വീണ്ടും വീണ്ടും സർജറികൾ, സർജറികൾ തന്നെ. ചെയ്യുമോ നീ, ചെയ്യുമോ നീ, ചെയ്യുമോ നീ, ചെയ്യുമോ നീ, ചെയ്യുമോ നീ, ചെയ്യുമോ നീ പാഴ് സർജറികൾ ചെയ്യാൻ? CPM-ൻ പാഴ്ക്കതിരെ നിന്നെയോർത്തു കഷ്ടം, വോട്ടുകാരൻ നാളെയുടെ വോട്ടുകാരൻ ഞാനും, വോട്ടുകാരൻ ഞാനും. ചെമ്പരി
ചെമ്പരിവാൾ വയറ്റിലിട്ട് തുന്നി വെക്കുന്നോളെ കരിങ്കൊടി ഭയന്നോടി വീണ് കഴുത്തുളുക്കുന്നോളെ കഴുത്തുളുക്കുന്നോളെ ചെമ്പരിവാൾ വയറ്റിലിട്ട് തുന്നി വെക്കുന്നോളെ കരിങ്കൊടി ഭയന്നോടി വീണ് കഴുത്തുളുക്കുന്നോളെ കഴുത്തുളുക്കുന്നോളെ. CPM-ൽ പാഴ്ക്കതിരായി മന്ത്രിയായൊരോളെ. അതായത് ശൈല ടീച്ചർ എന്ന് പറയുന്ന പ്രഗത്ഭയായ ഒരു ആരോഗ്യമന്ത്രി കേരളത്തിനുണ്ട്. അവർ രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മൾ ബഹുമാനിക്കുന്നത്. ആ ഒരു ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗം എന്തൊക്കെ പറഞ്ഞാലും അവർ ചാടി ഓടി നടന്ന് എല്ലാ സ്ഥലത്തും എത്തി വേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്തിരുന്നത് കൊണ്ടാണ് അവർക്ക് അത്രയും പേരുണ്ടാവാൻ കാരണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ഒരാളായിട്ട് വരികയും പത്രക്കാരും ചാനലുകാരും അവരെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. പിന്നീട് അവർ വലിയ പബ്ലിസിറ്റി വന്നപ്പോൾ അത് പിണറായി വിജയൻ 6 മണിക്കുള്ള ഷോ പരിപാടിയായിട്ട് മാറ്റി. അവരുടെ അടുത്തുനിന്ന് തട്ടിയെടുത്തു. പിന്നെ പിണറായി വിജയൻ പട്ടിയോടും പൂച്ചയോടും ഒക്കെ സ്നേഹവും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും വെള്ളം കൊടുക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിച്ചു എന്നുള്ളതാണ് സത്യം. മനുഷ്യരെ കൊല്ലുന്ന ഒരാളാണ്. മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് എന്ത് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് അന്ന് ആലോചിക്കണം. എന്തൊരു കാപട്യമാണ്. അതാണ് ആ ഭാഗം നമുക്ക് കേൾക്കാം ഒരിക്കൽ കൂടി. CPM-ൽ പാഴ്ക്കതിര മന്ത്രിണിയായോളെ വീണമീട്ടി നുണകൾ എത്ര പാടി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പം വീണ്ടും വന്നിരിക്കുന്നത്. അതായത് അവർ തന്നെ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു, ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു അവരെ. KSU വിദ്യാർത്ഥികൾ വന്നിട്ട് അവരെ ആയുധം കൊണ്ട് ആക്രമിച്ചു, എന്നിട്ട് ഭയങ്കര പരിക്കേറ്റു. അതെല്ലാം കള്ളമല്ലേ. മാത്രമല്ല ICUവിൽ കിടന്ന് അവർ അഭിനയിച്ചില്ലേ, അവർ ഭയങ്കര അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് ഒറ്റ നിമിഷം കൊണ്ടല്ലേ അവർക്ക് പെട്ടെന്ന് അപകടം പറ്റിയെന്ന് അഭിനയിച്ച് വീൽ ചെയറിൽ കൊണ്ടുപോയത്. അപ്പോൾ സ്വയം ഒരു അപകടം പറ്റി എഴുന്നേറ്റിറക്കാൻ പറ്റാത്തൊരു ആളായി മാറ്റിയിട്ട് അവർ ലോകത്തെ പറ്റിക്കാൻ ശ്രമിച്ചില്ലേ. എത്ര 1000 കള്ളം പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്ന കാര്യം അല്ല എന്ന് പറയാൻ പറ്റുമോ? അതിനെപ്പോലും അഭിനയിച്ച് അവർ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു, എന്നിട്ട് കലാപം അഴിച്ചു വിട്ടു എന്നുള്ളതാണ് അവരെ കാര്യം. ആ ഭാഗം കൂടി ഒന്ന് കേൾക്കാം. വീണമീട്ടി നുണകളെത്ര പാടി ഒന്നൊഴിയാതൊന്ന് സിസ്റ്റം ഇടറി വരും നേരം മാധ്യമങ്ങളോട് എന്തിനാണ് ഈ കലഹം കള്ളി. അതായത് അവര് അവസാനം ഇതൊക്കെ കള്ളത്തരം പിടിച്ചപ്പം എന്താണ് മാധ്യമങ്ങളോട് തട്ടിക്കയറുകയാണ് ചെയ്യുന്നത്. അവര് ധിക്കാരപരമായി പെരുമാറുകയാണ് ചെയ്തത്. എന്തിന്? അവിടെ ആ കുട്ടികൾ വന്നപ്പോൾ കുട്ടികളെ അപ്പോൾ തന്നെ ആരും പിടിച്ചോണ്ടുപോയി, പോലീസ് പിടിച്ചോണ്ടുപോയി. അത് സാമാന്യം അങ്ങനെയാണ് അതിൻ്റെ രീതി. മന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളല്ലെങ്കിൽ പ്രതിഷേധം കാണിക്കാനല്ലാതെ അവർ മന്ത്രിയെ ആക്രമിക്കാൻ വന്നൊന്നുമല്ല. അങ്ങനെയൊന്നും അവർ ആഗ്രഹിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ചെയ്യാൻ പോകണമില്ല. പക്ഷെ മന്ത്രി എന്താ പറഞ്ഞത്? വാടാ, അങ്ങോട്ട് വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ. ഏത് പോലീസ് വളയത്തിനുള്ളിൽ ഇരുന്നിട്ട് ആരെങ്കിലും വില വെക്കുമോ? അങ്ങനത്തെ വീരശൂര പരാക്രമിയാണ് ആരോഗ്യമന്ത്രി. പേടിക്കൊടലയാണെന്ന് അർത്ഥം. എന്നിട്ട് ആളുകളെ മുന്നിൽ ഷോ കാണിക്കുകയാണ്. ഇതില്ലേ ഉണ്ണിയാർച്ചനെ പോലെ ഞാൻ ഉണ്ണിയാർച്ചയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അടുത്ത് നിന്നും ആർക്കും അടുത്തേ വരാൻ പറ്റില്ല, നിങ്ങൾ വെട്ടി വീഴ്ത്തും എന്നൊക്കെയാണ് അവർ കള്ളം പറഞ്ഞിരിക്കുന്നത്. അവർ ജന്മനാ തന്നെ ജനിക്കുമ്പോൾ തന്നെ കള്ളം പറയുന്നതിന് വേണ്ടി ജനിച്ചൊരു ലേഡിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവരൊക്കെ ആരോഗ്യമന്ത്രിയാക്കിയ നമ്മളെ വേണം ചവിട്ടാൻ. ഇവരെയും കൊണ്ടിട്ടാണല്ലോ നമ്മൾ നടന്നത് എന്ന് ആലോചിക്കുമ്പോൾ അവരെന്തൊക്കെ കള്ളങ്ങളാണ് എഴുന്നള്ളിച്ചിട്ടുള്ളത്. എനിക്കെതിരെ കള്ളം പറഞ്ഞ് എന്നെ കള്ളക്കേസ് കുടിക്കുക ഒരു ലേഡിയാണ് അവർ. മനസ്സിലായി? മുഖത്ത് വയസ്സ് കാണിക്കാതിരിക്കാൻ വേണ്ടി പുട്ടിയിട്ട് നടക്കുകയാണ് പ്രധാന പണി. അതെന്താവട്ടെ, അതിൻ്റെ ആ ഭാഗം കൂടെ നമുക്ക് കേൾക്കാം. ഒന്നൊഴിയാതൊന്നു സിസ്റ്റം ഇടറി വരും നേരം എന്തിനാണ് വാർത്തകാരോട് ഈ കലഹം കള്ളി. ഇപ്പൊ കത്രികയും മസ്കിറ്റ് എടുക്കാൻ വീണ്ടും സർജറികൾ തന്നെ. CPM-ന്റെ പാഴ്ക്കെതിരെ നിന്നെ ഓർത്ത് കഷ്ടം. അതായത് അവർ ആരോഗ്യമന്ത്രിയായതിനു ശേഷമാണ് ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് കത്രികയും കൂടെ ശസ്ത്രക്രിയ ചെയ്ത സ്ഥലത്ത് വെക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും വണ്ടാനം മെഡിക്കൽ കോളേജിലടക്കം ഇത് പരസ്യമായി വരികയും ഈ ഇരയായ ആളുകളെ ഓരോ തവണയും വിളിച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറയല്ലാതെ ഇന്ന് വരെ അവർക്ക് ഒരു നീതി പോലും മേടിച്ചു കൊടുക്കാത്ത പെരുങ്കള്ളിയാണ് ഇവർ. ഒരു കഴിവില്ലാത്ത, പേരിനും പ്രശസ്തിക്കും വേണ്ടി അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഒരാൾ നിലവിൽ അവരൊരു ആരോഗ്യമന്ത്രിയായിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരാൾ മാത്രമാണ് അവർ. അപ്പോൾ അത്തരം ആരോഗ്യമന്ത്രിയെ കുറിച്ചിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഷീ ഈസ് വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ
ഒരു ആരോഗ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ പോട്ടെ, MLA ഇരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത സമൂഹത്തിലെ ഒരു സാമൂഹ്യ വിധ്വംസക പ്രവൃത്തി മാത്രം ചെയ്യുന്ന ഒരു ലേഡിയാണ് അവർ. ക്രിമിനലാണ് അവരെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതാണ് ആ ഭാഗം കൂടി കേൾക്കാം. കാത്തുനിന്നെ കത്രികയും മസ്കിറ്റുമെടുക്കാൻ വീണ്ടും വീണ്ടും സർജറികൾ തന്നെ. ചെയ്യുമോ നീ ചെയ്യുമോ നീ ചെയ്യുമോ നീ ചെയ്യുമോ നീ ചെയ്യുമോ നീ ചെയ്യുമോ നീ പാൾ സർജറികൾ ചെയ്യാൻ CPM-ൻ പാഴ്ക്കതിരെ നിന്നെയോർത്തു കഷ്ടം. വോട്ടുകാരൻ നാളെയുടെ വോട്ടുകാരൻ ഞാനും. അപ്പൊ ഈ ഒരു ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു മന്ത്രി വേണോന്ന് തന്നെ അറിയാമല്ലേ? ഇനി വേണോന്നോ? അവർ ജയിച്ചിട്ട് വേണ്ടേ? അവിടുത്തെ ജനങ്ങൾ കയ്യോടെ പിടിച്ച് അവരെ ഷണ്ണ വർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ നാട്ടിന് അപമാനമുണ്ടാക്കിയ, ആറന്മുളയിലെ ജനങ്ങളെ മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കിയ ഈ വൃത്തികെട്ട സ്ത്രീയെ ഞങ്ങൾ തലയിൽ കയറ്റിക്കൊണ്ടെടുക്കുക. അവിടുത്തെ CPM-കാർ തന്നെയാണ് എന്നെ ഏറ്റവും ആദ്യം വിളിച്ചു പറഞ്ഞു. അന്ന് അബിവർക്കിയുമായിട്ട് ഇവർ ഒരു പബ്ലിക് സംവാദത്തിന് പോയിരുന്നു പത്രക്കാരുടെ മുന്നിൽ. അയ്യോ, അവരിട്ട് കൊല്ലുന്നത് കാണണ്ടേ. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ സംഭവങ്ങൾ ചിത്രീകരിച്ച് അവർക്ക് ഉത്തരം മുട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉളുപ്പും മാനും ഉണ്ടെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് പോയി, ഞാൻ മത്സരിക്കാനില്ലേ, ഇനി ഞാൻ മത്സരിക്കാനുമില്ല, ഒന്നുമില്ല, തെറ്റ് പറ്റിപ്പോയി എന്ന് പറയേണ്ടതാണ്. അതിന് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ട് വേണ്ടേ? പിണറായി വിജയനെ കൊടലൂത്ത് നടത്തുമ്പോൾ അവർക്കറിയാം പിണറായി വിജയൻ കള്ളനാണെന്ന്. പിണറായി വിജയനെ കൊടലൂത്ത് നടത്തിയാലല്ലേ സ്ഥാനം മാനും കിട്ടുള്ളൂ. അതുകൊണ്ട് പോലീസിനൊക്കെ അവർ പിണറായി വിജയൻ്റെ കൈപ്പടിയിലുള്ള പോലീസിനൊക്കെ സ്വന്തം വകയിലുള്ള മാതിരിയാണ് പോലീസിനൊക്കെ ദുരുപയോഗം ചെയ്തത്. എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും കൂടെ ആ പാട്ട് ഒരിക്കൽ കൂടി കേൾക്കാം. ഇത് ഇപ്പോൾ ഭയങ്കര ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പാട്ടാണ്. ഇലക്ഷൻ സമയത്ത് ഭയങ്കര ഹിറ്റായ പാട്ടാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ആദ്യം കേട്ടു, ഒന്നും കൂടി കേട്ടാലും മതി വരാത്ത അത്രയ്ക്കും മനോഹരമായ പാട്ടാണിത്. വീണ ജോർജ് എന്താണെന്ന് കൃത്യമായി പച്ചയായി പറയുന്ന ഒരു പാരഡി ഗാനമാണെങ്കിൽ ഇത് ശരിക്കും സത്യസന്ധമായി എഴുതിയത് തന്നെയാണ്. അത് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഒന്നും കൂടി കേൾക്കാൻ. പാടി നടക്കും. മുമ്പ് പാണന്മാർ ഉണ്ണിയാർച്ചയെ പോലെ പറ്റി പാടി നടന്നിരുന്നു. അത് ജനങ്ങൾ വീര ആരാധന കൊണ്ടാണ്. ഇതല്ല, ഒരു തട്ടിപ്പുകാരി, ക്രിമിനൽ, കള്ളത്തി, പെരുങ്കള്ളത്തി ആയ ഒരാളെ കുറിച്ചിട്ട് ജനങ്ങൾ ഇത്രയും കാലം പറ്റിച്ച് നടന്നില്ലേ, അതൊരു കഴിവാണ്. ജനങ്ങളെ പറ്റി നടക്കാനുള്ള ഒരു കഴിവ് വേണ്ടേ? ആ കഴിവാണ്. ആ കഴിവിനെ കുറിച്ചുള്ളതും കൂടിയാണ് ഇതിൻ്റെ പറയുന്നത്. അങ്ങനെ നുണച്ചിയായ, പെരുങ്കള്ളിയായ അവരെ കുറിച്ച് ഒന്നും കൂടെ നുണകൾക്ക് മീതെ നുണകൾ പറഞ്ഞ് ആളെ പറ്റിക്കുന്ന അവരെ കുറിച്ച് ഒരിക്കൽ കൂടെ ആ പാട്ട് കേൾക്കാം. ചെമ്പരിവാൾ വയറ്റിലിട്ടു തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണു കഴുത്തുളുക്കുന്നോളെ. ചെമ്പരിവാൾ വയറ്റിലിട്ടു തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണു കഴുത്തുളുക്കുന്നോളെ. CPM-ൽ പാഴ്ക്കതിര മന്ത്രിണിയായോളെ, വീണമീട്ടി നുണകളെത്ര പാടി. ഒന്നൊഴിയാതൊന്നു സിസ്റ്റമിടറി വരും നേരം, എന്തിനാണ് വാർത്തകാരോട് ഈ കലഹം കള്ളി. എൻ സിസ്റ്റമേ പാഴ് സിസ്റ്റമേ, എൻ സിസ്റ്റമേ പാഴ് സിസ്റ്റമേ, എൻ സിസ്റ്റമേ പാഴ് സിസ്റ്റമേ. സിസ്റ്റമോർത്തു തന്നെ കുഴയുകയോ നിൻ കരൾ, തോറ്റോടും നിൻ കരള്. കാത്തുനിന്നെ കത്രികയും മസ്കിറ്റുമെടുക്കാൻ വീണ്ടും വീണ്ടും സർജറികൾ തന്നെ. ചെയ്യുമോ നീ ചെയ്യുമോ നീ ചെയ്യുമോ നീ ചെയ്യുമോ നീ ചെയ്യുമോ
ചെയ്യുമോ നീ പാഴ് സർജറികൾ ചെയ്യാൻ? CPM-ൻ പാഴ്ക്കതിരെ നിന്നെയോർത്തു കഷ്ടം. വോട്ടുകാരൻ നാളെയുടെ വോട്ടുകാരൻ ഞാനും ചെമ്പരിവാൾ വയറ്റിലിട്ട് തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണ് കഴുത്തുളുക്കും നോളെ, ചെമ്പരിവാൾ വയറ്റിലിട്ട് തുന്നി വെക്കുന്നോളെ, കരിങ്കൊടി ഭയന്നോടി വീണ് കഴുത്തുളുക്കും നോളെ.